സമയം ഇപ്പം 3:45. നമ്മളിപ്പം കാർവാറിൽ നിന്ന് നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. നമ്മൾ ഗോവ ചെന്നപ്പോഴത്തേക്കും വൈകിട്ടാകും. അപ്പോൾ അവിടെ കാണാനുണ്ട് ഓരോന്നൊക്കെ. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മഹാരാഷ്ട്ര കയറും. വെള്ളം കണ്ടപ്പോഴത്തേക്കും കുളിക്കാൻ തോന്നുന്നുണ്ടല്ലേ? നല്ല തിരക്കല്ലേ? ഗോവയിലെ ബീച്ചുകളിൽ പോയിട്ട് വരുന്നവരാണോ? കണ്ടോ എത്ര വണ്ടി തന്നെ ഇപ്പം പോയത്. നീരോ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടോ? കുപ്പിക്കകത്ത് വെച്ചിരുന്ന എന്നാന്നറിയാവോ? കശുമാവിന്റെ അല്ലേ? അല്ലല്ലോ അതിന് കശുമാവിൻ പഴത്തിന്റെ ജ്യൂസ്. നമ്മളോർത്ത് കള്ളായിരിക്കുമല്ലേ? വെച്ചിരിക്കുന്ന കണ്ടോ? കശുമാങ്ങാടെ ജ്യൂസ് വെച്ചിരിക്കുന്നത് കുപ്പിക്കകത്ത്. അല്ല, കശുവണ്ടിപ്പഴം. അതിന്റെ ജ്യൂസാ നമ്മൾ മുമ്പ് കണ്ട. ഇതുണ്ട് ഈ മരത്തിലുള്ള പഴം കണ്ടോ? ഒന്ന് നോക്കിയാ മുകളിലോട്ട് നോക്കാൻ നേരം കാണാം. കണ്ടോ? ആ ഗ്രീൻ കളറിൽ കിടക്കുന്നത് യെല്ലോ കളറാവും. റോഡിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ കപ്പലിന്റെ പഴവും അതിന്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാ കപ്പലിന്റെ. മൊത്തം കപ്പലിന് 47 കിലോമീറ്റർ 6 മണിയാ കിടക്കുന്നത്. 40 മ്യൂസിയം അല്ലേ ഇട്ടേക്കുന്നേ? ഏവിയേഷൻ മ്യൂസിയം. അത് ട്രെയിൻ പോകുന്നുണ്ടോ? അത് പിന്നെ ഗുഡ്സ് ആണോ അല്ലേ? പാസഞ്ചർ ട്രെയിൻ ആണോ? ആണോ? വെണ്ടോ സ്ഥലക്കാരൊക്കെ അല്ലേ? ടൂറിസ്റ്റ് വരുന്നത് കൊണ്ടാവും. അതെ, ചായ കുടിക്കാൻ നോക്കിട്ട് കപ്പലണ്ടി ജ്യൂസും ഉണ്ട്, വൈൻ ഷോപ്പും ഉണ്ട്. അതെ, വൈൻ ഷോപ്പ്. വൈൻ ജ്യൂസ് അല്ല, വൈൻ ഷോപ്പ്. അത്രയ്ക്ക് ഇങ്ങോട്ട് വേണ്ട. അല്ല അത് പിന്നെ ചായ കുടി.
ഇറക്കമുണ്ടല്ലേ? എന്ന് വണ്ടി പോയതല്ലേ? നമ്മുടെ മുമ്പിൽ ഒരു ആൾട്ടോ കേല് കണ്ട വണ്ടി കാണുന്നില്ലല്ലോ. അത് പോയോ? പോയിട്ടുണ്ട്. പിന്നെ ചിലപ്പോ വണ്ടി നിർത്തിയപ്പം പിന്നെ പോയി കാണും. അച്ഛക്കൊരു ഫോൺ വന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങ് വീഡിയോ ഓഫ് ചെയ്തതായിരുന്നു അല്ലേ അതുപോലെ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹെൽമെറ്റ് കമ്പൽസറി ആണ് അല്ലേ? ഹെൽമെറ്റ് പിടിക്കുമ്പോൾ ബീച്ചുകളെല്ലാം പോവാനായിരിക്കും അതുകൊണ്ട് ഹെൽമെറ്റില്ലാതെ പോകാൻ പറ്റില്ലല്ലേ? ഗവൺമെന്റ് ഓഫ് ഗോവ വണ്ടിയുണ്ടോ? അവിടെ ചായ എഴുതി വെച്ചിട്ടില്ലല്ലോ. ചായ അയ്യോ അത്രയും അങ്ങോട്ട് വേണോ? ഇത് കേൾക്കുന്നവർക്ക് അറിയാം തള്ളോട് തള്ളാന്ന്. ഫിഷ്നെക്ക സ്വാദ് ഫാമിലി റെസ്റ്റോറന്റ് ഉണ്ട്, ചായ ഉണ്ട്. എന്റെ ചായ അതുകൊണ്ട് മേടിച്ചു പോയേ. നീ ഓരോ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി. സമയം 5 മണി കഴിഞ്ഞു. 10 രൂപയുള്ളൂ. പക്ഷെ നല്ല ചായയായിരുന്നു അല്ലേ? മർഗാവോ എന്ന പേര് അത് അടിയിൽ തന്നെ. ക്യൂപ്പേമോ എന്നാ അത് പിന്നെ അത് ക്യൂപ്പേം രണ്ടല്ലോ എന്നതേലും ഒക്കെ നമുക്കറിയാവുന്ന പോലെ വായിച്ചാ മതി. അത് പറയുന്നത് നമ്മുടെ ഭാഷ. ഓക്കെ. ടാക്സിയാണോ? ഈക്കോ ടാക്സി അല്ലേ? മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി. അതിനോടൊന്നും മിണ്ടണ്ട കേട്ടല്ലോ. അതെ, കാഴ്ച കണ്ടാ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ യൂട്യൂബിടുമ്പോ എല്ലാവരും നമ്മളെ ഓടിക്കും അല്ലേ? നല്ല തണലും ഉണ്ടല്ലേ? അല്ല ഒത്തിരി വീതിയുള്ള വഴിയല്ല താനും അല്ലേ? നല്ല ഡേഞ്ചറസ് ഒക്കെ. അതെ, അതുകൊണ്ട് പതുക്കെയൊക്കെ ഓടിച്ചാൽ മതി. എത്ര ഓടി? 900. 910 കിലോമീറ്റർ ആണോ? 650 എത്ര ഓടിയല്ലേ? 900 കിലോമീറ്റർ ഓടി. വഴി നല്ലതാണെങ്കിൽ അത്യാവശ്യം അല്ലേ ഓടും. അങ്ങോട്ട് കാഴ്ച കാണാണ്ടാണ് കുറച്ചായിരിക്കും. വായിക്കോട്ട് വിടാൻ തുടങ്ങിയോ അതിമോള്? ഉറങ്ങണ്ട, നീ രാത്രി ഉറങ്ങിയാ മതി. ട്രാക്ടറോ? അതെ എന്താ ഇട്ടേക്കുന്നത്?
ഭയങ്കര തിരക്കാല്ലേ, തിരക്ക് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് അമ്പലം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗോവയോ. ആൽമരങ്ങളുണ്ടോ? ഗോവ ഗോവ എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് എല്ലാവർക്കും ബീച്ച് മാത്രം ഓർമ്മ വരുന്നത് അല്ലേ. ഇങ്ങനെയും സ്ഥലങ്ങൾ ഉണ്ട്. അതുണ്ടോ പഴയ പണ്ടത്തെ കെട്ടിടം അല്ലേ, നോക്കി. അതെ അതെ. ആ അതെ, ഇതെല്ലാം അതെ, ഇതുണ്ടോ. പെട്ടെന്ന് നമ്മള് അത് ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം അതെ. ഇനി അങ്ങോട്ട് കാണുമായിരിക്കും അല്ലേ. ബൈക്കിങ് കൊണ്ട് കോൾവ ബീച്ച്, ബാഗ ബീച്ച്, മൊത്തം ബീച്ച്. എന്താ സംഭവം? ബസ് സ്റ്റാൻഡ് അല്ലേ, ഒരു ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് അല്ല, അതേ കളിക്കുന്ന സ്റ്റേഡിയമാ. നോക്ക്, ക്രിക്കറ്റ് കളിക്കുന്നു. ഓ സോറി സോറി. മാർഗോ മുംബൈ. അങ്ങനെ അച്ഛനും മോനും സ്പോർട്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചത് തീർത്തു അല്ലേ. അലേർട്ട് ടുഡേ, ലൈവ് ടുമോറോ. പശു ഉണ്ടോ, ഇഷ്ടം പോലെ പശു. ഇതേ വരുന്നു. വേറെ രീതിയിലല്ലേ. ഇവിടെയൊക്കെ കണ്ട നമ്മുടെ അവിടെ ഒക്കെ പോലെ തന്നെ, വീടിന്റെ അവിടെ ഒക്കെ പോലെ തന്നെയുണ്ട് അല്ലേ. വലിയൊരു സ്ഥലത്തിന്റെ പേരുകളാണ് വായിക്കൊള്ളാത്ത പേരുകളാണ്. കൂടി ഒന്നൊന്നര പേര് അവരിട്ട പേരല്ലേ, വാങ്ങിക്കൊണ്ട് വരാത്ത കുറെ പേരുകളുണ്ട്. AP-യുടെ വണ്ടി കൊണ്ട് അതുണ്ട്. ഗോവയിലെ സൂര്യന അല്ലേ. എയർപോർട്ട് ഇങ്ങോട്ടല്ലേ കാണിച്ചത്.